ഹലോ എവരിവൺ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. സോ കുറച്ച് മുമ്പ് ഞാൻ ഡെപ്യൂട്ടി മാനേജർ ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽ ലിമിറ്റഡിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? യെസ്. സോ അതിൻ്റെ കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ സിലബസ് കയ്യിലിപ്പം അവൈലബിൾ അല്ല. എന്നിരുന്നാലും മെക്കാനിക്കലിൻ്റെയും ഇലക്ട്രിക്കലിൻ്റെയും 50 വീതം ചോദ്യങ്ങൾ വീതം വരാനുള്ള ഒരു ചാൻസ് ആണുള്ളത്. അത്തരത്തിലുള്ള ഒരു സിലബസ് ആയിരിക്കും വരിക. ഇപ്പോൾ നിലവിൽ നമ്മുടെ കയ്യിൽ സിലബസ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ഈ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടും താഴെ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു സിലബസ് എവിടെയെന്ന്. ഓക്കെ, സോ ആദ്യം നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, വീഡിയോയിൽ ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ചോദിക്കുക. വീഡിയോ കാണാതെ ചുമ്മാ ഇരുന്ന് കമൻറ്റ് ചെയ്യരുത്. ഓക്കെ, യെസ്. സോ അതിന് മുമ്പുള്ള സിലബസും നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ല. അത് കൂടാതെ ഞാൻ പറഞ്ഞിരുന്നു എക്സാമിനേഷൻ കലണ്ടർ വരുന്ന സമയത്ത് സിലബസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം, അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സിലബസ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് തുടങ്ങിയാലോ? യെസ്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അത് ഡിസ്കസ് ചെയ്യാം. പരീക്ഷ വരുന്നത് 2/8/2024 ഫ്രൈഡേ ആണ്, വെള്ളിയാഴ്ചയാണ് അല്ലേ? ഓഗസ്റ്റ് മാസം 2-ാം തീയതി. അപ്പം കൺഫർമേഷൻ പരീക്ഷ എഴുതാൻ താല്പര്യമുള്ളവർ കൺഫർമേഷൻ കൊടുക്കുക. അപ്പോൾ സിലബസ് ഒന്ന് ഡിസ്കസ് ചെയ്താലോ? യെസ്. സോ കാറ്റഗറി നമ്പർ 626/2023. ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദി പോസ്റ്റ് ഓഫ് ഡെപ്യൂട്ടി മാനേജർ ടെക്നിക്കൽ ഇൻ ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽ ലിമിറ്റഡ്. നിലവിൽ ഏകദേശം 8502 പേരാണ് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ ഓൺലൈൻ എക്സാം ആവാനും സാധ്യതയുണ്ട് കേട്ടോ. കാരണം ഇതേ പോസ്റ്റുകൾ ഡെപ്യൂട്ടി മാനേജർ വിവിധ തസ്തികകളിൽ ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽ എക്സാം നടന്നിട്ടുണ്ട്. കുറേയൊക്കെ പരീക്ഷകൾ ഓൺലൈനായിരുന്നു. നമുക്ക് നോക്കാം. ഓക്കെ, അതിന് കൺഫർമേഷൻ കൊടുത്തതിന് ശേഷമുള്ള കണക്കുകളൊക്കെ നോക്കിയിട്ടാണ് അവർ പരീക്ഷ നടത്താറ്. ചിലപ്പോൾ ഓൺലൈൻ ആവാം, അല്ലെങ്കിൽ OMR പരീക്ഷ ആവാനാണ് സാധ്യത. ഓക്കെ, സാധാരണ രീതിയിൽ 2 രീതിയിൽ മാത്രമേ പരീക്ഷ ഉണ്ടാവാറുള്ളൂ, ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ. ഞാൻ പറഞ്ഞു വന്നത് ഈ ഡെപ്യൂട്ടി മാനേജർ പോസ്റ്റിൽ ഇതിനു മുമ്പ് ഓൺലൈൻ പരീക്ഷകൾ കുറേ നടന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞു വന്നത്. സോ തുടങ്ങിയാലോ? സോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന് 50 മാർക്ക്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന് 50 മാർക്ക്. ആ രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരാൻ വേണ്ടി പോകുന്നത്. സിലബസ് ആ രീതിയിലാണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് നോക്കുകയാണെങ്കിൽ ഒരു AE പരീക്ഷയ്ക്ക് പഠിക്കേണ്ട മിക്കവാറും എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. നോക്കിയേ, ഇലക്ട്രിക് സർക്യൂട്ടിന് 10 മാർക്കാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അത് കിർച്ചോഫ് ലോ മുതൽ സ്റ്റാർട്ട് ചെയ്തു. കണ്ടോ, സർക്യൂട്ടുകൾ മുതൽ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർ ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ, കപ്പിൾഡ് സർക്യൂട്ട്. അപ്പോൾ എന്തായി, AC സർക്യൂട്ടിലേക്ക് പതുക്കെ വന്നു അല്ലേ? ദെൻ പൊളാരിറ്റി കൺവെൻഷൻ, സൈനുസോയ്ഡൽ സ്റ്റഡി സ്റ്റേറ്റ്. കണ്ടോ, ഇതൊക്കെ എന്താ, ഇത് പക്ക AE ലെവലാണ്. കണ്ടോ, കപ്പിൾഡ് സർക്യൂട്ട്, ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആൻഡ് കറണ്ട്. AC സർക്യൂട്ടിൽ കയറി RMS വാല്യൂ, ആവറേജ് വാല്യൂ, പീക്ക് ഫാക്ടർ, ഫോം ഫാക്ടർ, AC ത്രൂ RLC. കണ്ടോ, RLC സർക്യൂട്ട് വന്നു, റെസൊണൻസ് വന്നു. കണ്ടോ, ഇതൊക്കെ നമ്മുടെ AE സിലബസ് തന്നെയാണ് അല്ലേ? ദെൻ RLC സീരീസ് വന്ന പാരലൽ സർക്യൂട്ട്, അതിൻ്റെ റെസൊണൻസ്, ക്യൂ ഫാക്ടർ, ബാൻഡ് വിഡ്ത്ത്, ദെൻ നോഡ് ആൻഡ് മെഷ് അനാലിസിസ്. കണ്ടോ, നമ്മുടെ നെറ്റ്വർക്ക് അനാലിസിസ് കയറി വന്നു. സൈനുസോയ്ഡൽ സ്റ്റഡി സ്റ്റേറ്റ് അനാലിസിസ്, തെവനിസ് തിയറം, നോർട്ടൺ തിയറം, സൂപ്പർ പൊസിഷൻ, മാക്സിമം പവർ ട്രാൻസ്ഫർ. കണ്ടോ, ഇതൊക്കെ നമ്മുടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ലെവൽ പരീക്ഷകൾക്ക് വന്നിട്ടുള്ള സിലബസ് തന്നെയാണ്. ദെൻ ട്രാൻസിയൻ്റ് റെസ്പോൺസ് ഓഫ് DC ആൻഡ് AC നെറ്റ്വർക്ക്, 2 പോർട്ട് നെറ്റ്വർക്ക്, 3 ഫേസ് സർക്യൂട്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു പരീക്ഷയ്ക്ക് ഒരു 20 മാർക്കിനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാര്യം, 20ഓ 25ഓ മാർക്കിന് പഠിച്ചുകൊണ്ടിരുന്ന കാര്യം ഇവിടെ ഒറ്റയടിക്ക് 10 മാർക്കിൻ്റെ സിലബസിൽ അവർ ഇൻക്ലൂഡ് ചെയ്തു. ദെൻ DC ജനറേറ്റർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് നമ്മുടെ കംപ്ലീറ്റ് മെഷീൻസിൻ്റെ പോർഷനാണ്. അത് ഞാൻ വീണ്ടും പറയുന്നില്ല. ഇത് സാധാരണയായിട്ട് ഒരു AE ലെവൽ എക്സാമിന് മെഷീൻസ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന മുഴുവൻ കാര്യങ്ങളുണ്ട്. കണ്ടോ, കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് മുതൽ ടൈപ്പ് ഓഫ് DC ജനറേറ്റർ, EMFിക്കേഷൻ, പവർ സ്റ്റേഴ്സ്, കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി, DC മോട്ടോർ, ആർമേച്ചർ കൺട്രോൾ അല്ലെ, സ്പീഡ് കൺട്രോളും എല്ലാം ഉണ്ട്. മാക്സിമം പവർ ട്രാൻസ്ഫർ, കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി, 3 ഫേസ് ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിലേക്ക് കയറി സിംഗിൾ ഫേസും ഉണ്ട്, 3 ഫേസും ഉണ്ട് അല്ലേ? ദെൻ അതിൻ്റെ ഓൾഡ് എഫിഷ്യൻസി ഒക്കെ വന്നു. ദെൻ ആൾട്ടർനേറ്റേഴ്സ് വന്നു, AC ജനറേറ്റേഴ്സ് വന്നു. ആൾട്ടർനേറ്റേഴ്സ് വരുമ്പോൾ തന്നെ AC മോട്ടോഴ്സും വേണ്ടി വരും. ദെൻ സിംഗ്രണസ് മോട്ടർ വന്നു, സ്റ്റാർട്ടിംഗ് മെത്തേഡ് വന്നു. സിംഗിൾ ഫേസ് ഉണ്ടോ? സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ വരെയുണ്ട്. അതായത് ഒരു മെഷീൻ, ഒരു AE ലെവൽ പരീക്ഷയ്ക്ക് പഠിക്കേണ്ട മെഷീൻ മുഴുവനും ഇവിടെ ഉണ്ട്. നെക്സ്റ്റ് പവർ സിസ്റ്റം നോക്കിയാലോ? ഇതൊന്നുമില്ല. ഇത് ആക്ച്വലി നമ്മുടെ ഒരു അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പരീക്ഷയുടെ അതേ സാധനം തന്നെയാണ്. ലൈൻ പാരാമീറ്റർ, റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ്, ഇൻസുലേറ്റേഴ്സ്, സ്ട്രിങ് എഫിഷ്യൻസി, കൊറോണ, സർക്യൂട്ട് ബ്രേക്കേഴ്സ്, റേറ്റിംഗ്, SF6, റിലേ ടൈപ്പ്, പെർ യൂണിറ്റ് ക്വാണ്ടിറ്റി, സിമെട്രിക്കൽ കമ്പോണൻറ്റ്, സിമെട്രിക്കൽ ആൻഡ് അൺസിമെട്രിക്കൽ. ഉണ്ടോ, സിമെട്രിക്കൽ മാത്രമല്ല അൺസിമെട്രിക്കൽ കൂടി വന്നു. അപ്പോൾ എന്താ, കുറച്ചും കൂടി കോംപ്ലക്സ് ആയല്ലേ?
പവർ സിസ്റ്റം സ്റ്റെബിലിറ്റി വന്നു, കണ്ടോ, സ്റ്റെബിലിറ്റി അനാലിസിസ് വന്നു, നമ്മുടെ സ്വിങ് ഇക്വേഷനൊക്കെ വരും, സ്റ്റഡി സ്റ്റേറ്റ്, ഡൈനാമിക് ആൻഡ് ട്രാൻസ്ഫർ സ്റ്റെബിലിറ്റി, പവർ ആംഗിൾ കർവ്, കണ്ടോ. യെസ്, ഒരു പക്ക ലെവൽ സിലബസ് തന്നെ. ദെൻ മെഷർമെൻറ്റ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, മെഷർമെൻറ്റ് സ്റ്റാൻഡേർഡ്, എറർ, ടൈപ്പ് എറർ, അമ്മീറ്റർ, വോൾട്ട് മീറ്റർ, മൂവിങ് കോയിൽ, മൂവിങ് അയൺ, മെഷർമെൻറ്റ് ഓഫ് പവർ, കണ്ടോ. ഇത് നമ്മുടെ കഴിഞ്ഞ KSEB AEയുടെ ഒക്കെ സിലബസ് അങ്ങനെ തന്നെയായിട്ട് വന്നിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മെഷർമെൻറ്റിന് സാധാരണ 10 മാർക്ക് ചോദിക്കുന്നത് ഇവിടെ 10 മാർക്ക് തന്നെ ചോദിച്ചു, അത്രയേ ഉള്ളൂ. പണ്ട് ലെവൽ എക്സാമിന് 10 മാർക്ക് ചോദിക്കുന്ന പവർ സിസ്റ്റം ഇവിടെ 10 മാർക്ക് തന്നെ ചോദിച്ചു. ദെൻ പവർ ഇലക്ട്രോണിക്സ്, SCR, സ്ട്രക്ചർ, സ്റ്റാറ്റിക് കാര, ഫുള്ളി കൺട്രോൾഡ്, ഹാഫ് കൺട്രോൾഡ്, പമ്പ്, CMRR വരെ. ഇത് നമ്മുടെ സാധാരണ പവർ ഇലക്ട്രോണിക്സിന് ചോദിക്കുന്ന 10 മാർക്കിൻ്റെ സാധനം ഇവിടെ 10 മാർക്ക് തന്നെ ചോദിച്ചു. എവിടെയാണ് വ്യത്യാസം വരുന്നത്? നമ്മുടെ ഈ ഇലക്ട്രിക് സർക്യൂട്ടിൻ്റെ അകത്ത് ഒരു 10 മാർക്ക്, ഒരു 20 മാർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം വരുന്നുണ്ട് ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ട്. ഏതൊക്കെയാണ് പിന്നെ ഒഴിവാകുന്നത്? നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് മാഗ്നറ്റിസം പോലെയുള്ള ഭാഗങ്ങളങ്ങ് ഒഴിവായി കിട്ടി. ദെൻ മൈക്രോ പ്രോസസ്സർ, അത്തരം കാര്യങ്ങൾ, ഡിജിറ്റൽ ഇലക്ട്രോണിക്സും അങ്ങ് ഒഴിവായി കിട്ടിയല്ലേ. ദെൻ അനലോഗ് ഇലക്ട്രോണിക്സിൻ്റെ അകത്തു നിന്നുള്ള പാർട്ടും കുറച്ചങ്ങ് ഒഴിവാക്കി. അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നുള്ളൂ. ബാക്കിയുള്ള മുഴുവൻ കാര്യങ്ങളും ഒരു എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു പരീക്ഷ കൂടി എഴുതണം കേട്ടോ. കാരണം ഏകദേശം ഒരു 40 മുതൽ 50 മാർക്ക് വരെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിവിടെ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് നിർബന്ധമായിട്ടും കൺഫർമേഷൻ കൊടുക്കണം. തീർന്നില്ല, മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ പോർഷൻസ് ഉണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ പോർഷൻസ് നോക്കുകയാണെങ്കിൽ ഒരു കടൽ തന്നെ ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളിപ്പം സാധാരണ മെക്കാനിക്കലും ഇലക്ട്രോണിക്സും സിവിലും പോലെയുള്ള പേപ്പേഴ്സൊക്കെ എഴുതാറുണ്ടല്ലോ, എക്സാം എഴുതാറുണ്ടല്ലോ. അപ്പോൾ ചെറിയൊരു ഐഡിയ ഉണ്ടല്ലോ നമുക്ക് പോർഷൻസിനെ പറ്റിയിട്ട്. ഇലക്ട്രിക്കൽ കുറച്ച് ആയിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളതെങ്കിലും മെക്കാനിക്കൽ നിങ്ങൾ നോക്കി ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട് 10 മാർക്ക്. ഇതൊക്കെ മാനേജ്മെൻറ്റ് ടോപ്പിക്കാണ് കേട്ടോ. പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ്, CPM പെർട്ട്, ഇതൊക്കെ മാനേജ്മെൻറ്റ് പോർഷൻസ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കൽ മാനേജ്മെൻറ്റ്, ലീനിയർ പ്രോഗ്രാമിങ്, LPP പ്രോബ്ലം, ദെൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, അതൊക്കെ വന്നിട്ടുണ്ട്. ദെൻ ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, ഇതൊക്കെ പക്ക മാനേജ്മെൻറ്റ് പേപ്പറാണ്. ക്വാളിറ്റി കൺട്രോൾ, XRP, 100P, C, ഓക്കെ, കൺട്രോൾ ചാർട്ടുകളെ കുറിച്ചാണ്. അപ്പോൾ ഇത് മുഴുവൻ 10 മാർക്ക്. മാനേജ്മെൻറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് 10 മാർക്ക്. ദെൻ മെറ്റലർജി ആൻഡ് മെഷീൻ ടൂൾ, വളരെ വളരെ വലിയ ഒരു ഏരിയ ആണ് 10 മാർക്കിനായിട്ട് കൊടുത്തിട്ടുള്ളത്. മെഷീൻസ് ആണ്, ഓക്കെ. മെഷീൻ ടൂൾസിനെ കുറിച്ചാണ്. ഇപ്പോൾ ടൂൾസ്, ലെയ്ത്ത്, ദെൻ നമ്മുടെ എന്താ പറയുക വെൽഡിങ്, അതൊക്കെ ഇവിടെ വരുന്നുണ്ടാവും. ഓക്കെ, മെറ്റൽ ആൻഡ് അലോയ്, സ്ട്രക്ചർ ഓഫ് മെറ്റൽ, ക്രിസ്റ്റൽ ചിത്രമുണ്ടോ. ഇത് ബേസിക്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യുക, BCC FCC മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. ദെൻ ബ്ലാസ്റ്റ് ഫർണസ്, മാനുഫാക്ചറിങ് ഓഫ് ഡിഫറെൻറ്റ് മെറ്റീരിയൽ, കാസ്റ്റ് അയൺ, കപ്പോള ഫർണസ്, ടൈപ്പ് ഓഫ് സ്റ്റീൽ വന്നു. ദെൻ ടെസ്റ്റിംഗ് ഓഫ് മെറ്റീരിയൽസ് വന്നു, തെർമൽ പ്രോപ്പർട്ടീസ്, ക്രീപ്പ്, ഫാറ്റിഗ്, സ്റ്റിഫ്നെസ്, ഡക്റ്റിലിറ്റി, മാലബിലിറ്റി, ഇലാസ്റ്റിസിറ്റി, പ്ലാസ്റ്റിസിറ്റി, കണ്ടോ, ഇതൊക്കെ വന്നു. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്, പ്രിസിഷൻ, നോൺ പ്രിസിഷൻ ഇൻസ്ട്രുമെൻറ്റ്, ഡയറക്റ്റ് റീഡിങ്. ദെൻ ഇവിടുന്ന് കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞത് വെൽഡിങ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. കണ്ടോ, വെൽഡിങ്, സെലക്ഷൻ ഓഫ് വെൽഡിങ്, ഇലക്ട്രോഡ് പ്ലേറ്റിങ്, ഗ്യാസ് വെൽഡിങ്, സബ്മർജഡ് ആർക്ക് വെൽഡിങ്, ടിഗ് വെൽഡിങ്, മിഗ് വെൽഡിങ്, അതൊക്കെ വന്നു. അറ്റോമിക് ഹൈഡ്രജൻ, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് തന്നെയാണല്ലോ. ഇലക്ട്രിക്കലിലും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് തന്നെയാണ്. ഡിഫറെൻറ്റ് ആപ്ലിക്കേഷനിൽ ഏത് വെൽഡിങ് യൂസ് ചെയ്യും, അങ്ങനെയൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്ന് ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ കോസസ് ആൻഡ് റെമഡീസ് ഓഫ് ഡിഫക്റ്റ് സച്ച് ആസ് പോറോസിറ്റി, പുവർ പെനിട്രേഷൻ, വാർപ്പിംഗ്, ഓക്കെ. ദെൻ മെറ്റൽ കട്ടിങ്, ദെൻ ടൈപ്പ് ഓഫ് ലെയ്ത്ത് ആക്സസറീസ്, വർക്ക് ഹോൾഡിങ്, അത്തരം കാര്യങ്ങൾ. ഡ്രില്ലിങ് മെഷീൻസ്, ഓക്കെ, ഡ്രില്ലിങ്, മില്ലിങ്, അത്തരം കാര്യങ്ങളൊക്കെ വരുന്ന സെക്കൻഡ് മൊഡ്യൂൾ. ഇവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു വലിയ ഏരിയ സെക്കൻഡ് മൊഡ്യൂൾ അവർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ദെൻ തേർഡ് മൊഡ്യൂളിൽ ഫ്ലൂയിഡ് മെക്കാനിക്സ്, ഹൈഡ്രോളിക് മെഷീൻസ്, കണ്ടോ, പ്രോപ്പർട്ടീസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ്, സ്പെസിഫിക് ഗ്രാവിറ്റി, വിസ്കോസിറ്റി, ന്യൂട്ടൺസ് ലോ, അതൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യും. ടൈപ്പ് ഓഫ് ഫ്ലോ ഉണ്ട്, ലാമിനാർ, ടർബുലന്റ് ഫ്ലോ, അല്ലേ, വിസ്കസ് ഫ്ലൂയിഡ്, നോൺ വിസ്കസ് ഫ്ലൂയിഡ്, ന്യൂട്ടോണിയം ഫ്ലൂയിഡ്, അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കേണ്ടി വരും. ബെർണോളിസ് തിയറം ഒക്കെ പഠിക്കേണ്ടി വരും. ദെൻ ജെറ്റ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടർബൈൻസ്, അതൊക്കെ വരുന്നതാണ് സെക്കൻഡ് മൊഡ്യൂൾ. സെക്കൻഡ് മൊഡ്യൂൾ ഫ്ലൂയിഡ് മെക്കാനിക്സ്, നിങ്ങൾ സാധാരണ ഒരു IEO പരീക്ഷയൊക്കെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ പഠിക്കുന്നുണ്ടാവും. സോ തേർഡ് മൊഡ്യൂളും കൂടി ഓക്കെ ആയി. ദെൻ കുറച്ചുകൂടിയാണ് പമ്പുകൾ വന്നു, റെസിപ്രോക്കേറ്റിംഗ്, സെൻട്രിഫ്യൂഗൽ പമ്പ്, അതൊക്കെ ഇവിടെ വരും.
ഡിസ്ചാർജ്, സ്ലിപ്പ്, അത്തരം കാര്യങ്ങളൊക്കെ വരും. ദെൻ ഫോർത്ത് മൊഡ്യൂൾ ഒരു കടലാണ്. അപ്ലൈഡ് മെക്കാനിക്സ്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ, ഡിസൈൻ ഓഫ് മെഷീൻസ്. നമ്മുടെ സ്ട്രെസ്, സ്ട്രെയിൻ, അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ വരും. പോയിസൺ റേഷ്യോ വരും അല്ലേ, യങ്സ് മോഡുലസ് വരും. ദെൻ ടൈപ്പ് ഓഫ് ഫ്രിക്ഷൻ, ജോയിൻറ്റുകൾ, ടോർഷൻ ഇക്വേഷൻ, ദെൻ ബീം, ടൈപ്പ് ഓഫ് ബീം, കാൻഡിലിവർ, ഇതൊക്കെ നമ്മൾ സിവിലിലൊക്കെ ഏകദേശം പഠിക്കുന്നതാണ് അല്ലേ. യെസ്. ദെൻ ജനറൽ ഡിസൈൻ പ്രൊസീജിയർ, ടോർഷൻ, സ്ട്രെസ്, സ്ട്രെയിൻ, ഗവർണർ, ഫ്ലൈ വീല്, ഗിയർ ട്രെയിൻസ്, അതൊക്കെ ഈ ഫോർത്ത് മൊഡ്യൂളിലാണ്. ദെൻ ഫിഫ്ത്ത് മൊഡ്യൂളിൽ തെർമൽ എഞ്ചിനീയറിങ്ങിൽ നമ്മുടെ എയർ സൈക്കിൾസ്, എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസ് ഒക്കെ വരും. ഇതൊക്കെ വളരെ കടലാണ്. ഡീസൽ സൈക്കിള്, നമ്മുടെ കാർനോട്ട് സൈക്കിള് അല്ലേ, അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഹീറ്റ് ട്രാൻസ്ഫർ, ഹീറ്റ് ഇക്വേഷൻ, നമ്മുടെ ഫോറിയർ ലോ, തെർമൽ കണ്ടക്ടിവിറ്റി, ദെൻ IC, എൻജിൻ സബ് സിസ്റ്റം, ഫ്യൂൽ സിസ്റ്റം, ഇഗ്നിഷൻ സിസ്റ്റം, അതൊക്കെ വരുന്നുണ്ട്. റെഫ്രിജറേഷൻ കൺസെപ്റ്റ് ഓഫ് COP, ദെൻ വേപ്പർ കംപ്രഷൻ സിസ്റ്റം, സൈക്കോമെട്രി, കണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മുടെ ഫിഫ്ത്ത് മൊഡ്യൂളിലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് രണ്ടും ഒരു അസിസ്റ്റൻ്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ, അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ സിലബസിൽ അങ്ങനെ തന്നെ അവർ എടുത്തിട്ടുള്ളതാണെന്ന് തോന്നുന്നു. പറ്റുന്ന രീതിയിൽ അവർ കൂടുതൽ മൊഡ്യൂളുകളിലേക്ക് അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളൊരു അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഒരു പരീക്ഷയും കൂടി നിങ്ങളുടെ മൈൻഡിലൊന്ന് വെക്കുക. ദെൻ സപ്പോസ് IO പരീക്ഷയ്ക്കൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾ കൂടിയാണെങ്കിൽ നിങ്ങൾക്കിത് ഈ ഒരു എക്സാം വളരെ എളുപ്പം ആയിരിക്കും. ഓക്കെ, കാരണം ഈ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും ഒരു 50 മാർക്കിൻ്റെ 40 to 50 മാർക്കിൻ്റെ പോർഷൻസ് പഠിക്കുന്നുണ്ട്. ദെൻ IO പരീക്ഷയ്ക്ക് കൂടി പോകുന്ന ആളാണെങ്കിൽ മെക്കാനിക്കൽ കൂടി നോക്കുമല്ലോ. സോ ആ ഒരു അറിവ് കൂടി നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ആ ഒരു പരീക്ഷ നിങ്ങൾക്ക് എഴുതാൻ എളുപ്പമായേക്കാം. സോ ഇത്രയും കാര്യങ്ങളാണ്. ആവശ്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ PDF എടുത്ത് പ്രിൻ്റ് എടുത്ത് കയ്യിൽ വെക്കാം. പ്രിപ്പറേഷൻ പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. സോ എന്നും പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ഒരു പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.